ബത്തേരി നിയമന കോഴയുമായി ബന്ധപ്പെട്ട് NM വിജയന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച വിഷയത്തിൽ IC ബാലകൃഷ്ണന്റെ ശുപാർശ കത്ത് പുറത്ത്. ബത്തേരി അർബൻ ബാങ്കിൽ നിയമന ശുപാർശ നൽകി. കോൺഗ്രസ് പ്രവർത്തകന്റെ മക്കൾക്ക് സ്വീപ്പർ നിയമനത്തിന് കത്ത് നൽകി. 2021 ഈ നിയമനം NM വിജയന്റെ മകൻ ജിജേഷിനെ പിരിച്ചുവിട്ട ഒഴിവിലേക്കായിരുന്നു. ഈ സംഭവം തന്നെ മാനസികമായി തളർത്തിയെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ NM വിജയൻ പരാമർശിച്ചിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ അനൂപ് ചേരുകയാണ്. അനൂപ്, വിവരങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. IC ബാലകൃഷ്ണനെ സംരക്ഷിച്ചുകൊണ്ടുള്ള KPCCയുടെ നിലപാട്. IC ബാലകൃഷ്ണൻ ഇതിൽ പങ്കില്ലെന്നായിരുന്നു ചെന്നിത്തല അടക്കം പൊതുവേദിയിലടക്കം പറഞ്ഞത്. ഇപ്പോൾ ഈ ശുപാർശ കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. NM വിജയന്റെ മകനെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു കോൺഗ്രസ് നേതാവിന് പാർട്ട് ടൈം സ്വീപ്പറായി നിയമനം നൽകാനുള്ള ശുപാർശ കത്ത് നൽകിയതിന്റെ വിവരങ്ങൾ, ആ കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ അനൂപ്? പ്രത്യക്ഷ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയിരിക്കുന്നു IC ബാലകൃഷ്ണൻ MLA എന്നതിന്റെ തെളിവ് പുറത്തു വന്നിരിക്കുകയാണ്. വൻ വിവാദമായ ബത്തേരി അർബൻ ബാങ്കിലെ നിയമനത്തിൽ IC ബാലകൃഷ്ണൻ MLA ഇടപെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരിലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ മകൾക്ക് നിയമനം നൽകാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അന്നത്തെ അർബൻ ബാങ്ക് പ്രസിഡന്റിന് 7 മാസം 2021 നൽകിയ കത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ നാം പുറത്തുവിടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം NM വിജയൻ DCC ജില്ലാ ട്രഷറർ തന്നെ കടുത്ത മാനസിക ആഘാതത്തിലേക്ക് തള്ളിയിട്ടതായി ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിരുന്ന സംഭവമാണിത്. ആ സംഭവത്തിന്റെ സ്ഥിരീകരണമാണ് നാം പുറത്തുവിടുന്നത്. ആ സംഭവം തന്നെ മാനസികമായി തളർത്തിയെന്നും 7 വർഷം ജോലി ചെയ്ത തസ്തികയിൽ നിന്ന് പിരിച്ചുവിട്ട് അവിടേക്ക് IC ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം മറ്റൊരു നിയമനം നൽകി എന്നതായിരുന്നു ഈ ആത്മഹത്യാക്കുറിപ്പിലെ പ്രധാന പരാമർശം. അതുമുതൽ തനിക്ക് മാനസികമായ തളർച്ചയും മാനസികമായി താൻ അതിലേക്ക് ആ സംഭവം അതിജീവിക്കാൻ വലിയ തോതിൽ താൻ ശ്രമപ്പെട്ടിരുന്നുവെന്നും കഷ്ടപ്പെട്ടിരുന്നുവെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. അത് തിരുത്തണമെന്നാവശ്യപ്പെട്ട് നിരന്തരം താൻ നേതാക്കൾക്ക് കത്ത് നൽകി തന്റെ മകനെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഏറ്റവും ഒടുവിൽ ഈ ആത്മഹത്യാക്കുറിപ്പ് അവസാനിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നതും തന്റെ മകൻ ഈ ജോലി നൽകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ്. ആ മകന് ആ ജോലി നൽകാൻ പിരിച്ചുവിട്ട സാഹചര്യത്തെ തുടർന്ന് മകന് വലിയ രീതിയിൽ മാനസിക പ്രശ്നങ്ങളുണ്ടായി. പിന്നീട് അവരുടെ കുടുംബജീവിതത്തെയും ആ കുടുംബജീവിതത്തിന്റെ ഒരു സമാധാന അന്തരീക്ഷത്തെ എല്ലാം തകർത്തൊരു നടപടിയായിരുന്നു. ഏതായാലും ആ 7 വർഷത്തെ അർബൻ ബാങ്കിലെ ജോലി പിരിച്ചുവിട്ടതിന് ശേഷം അവിടേക്ക് മറ്റൊരാളെ നിയമനം നടത്തിയത്. ഏതായാലും ആ നിയമനത്തിൽ തന്റെ ഔദ്യോഗിക പദവി അധികാര ദുർവിനിയോഗം IC ബാലകൃഷ്ണൻ MLA നടത്തി എന്നതിന്റെ പ്രത്യക്ഷ തെളിവാണ് ഈ പുറത്തുവരുന്ന കത്ത്. ഈ കത്തിൽ കൃത്യമായി തന്നെ പറയുന്നു, ഇത് ഒരു MLA എന്ന് പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹം നിഷ്പക്ഷനായും നീതിബോധത്തോടു കൂടിയും പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ്. ലെജിസ്ലേറ്റീവ് പരിരക്ഷ അല്ലെങ്കിൽ ആ വിധത്തിൽ ഉത്തരവാദിത്തമുള്ള മാതൃകാപരമായ പ്രവർത്തനം അക്കാര്യങ്ങളിലെല്ലാം പുലർത്തേണ്ട വ്യക്തിയാണ്. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകനായ ഒരാളുടെ നിയമനത്തിന് ശുപാർശ നൽകുക വഴി അദ്ദേഹം പക്ഷപാതം കാണിച്ചിരിക്കുന്നു എന്നത് മാത്രമല്ല, ഈ നിലവിൽ 7 വർഷം ഒരാൾ ഒരു സ്ഥാപനത്തിൽ ഇത്ര തുടർച്ചയായി ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തസ്തികയിൽ നിന്ന് ഒരു പദവിയിൽ നിന്ന് അയാൾ നീക്കം ചെയ്യുകയും അവിടേക്ക് ഒരു കാരണവുമില്ലാതെ മറ്റൊരാളെ നിയമിക്കുകയും ചെയ്തൊരു സാഹചര്യം നാം മനസ്സിലാക്കണം. അത് NM വിജയന്റെ മകനെ പിരിച്ചുവിട്ട ഒരു സാഹചര്യത്തിലേക്കായിരുന്നു ആ നിയമനം എന്നതും ഏറെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും അതെല്ലാമാണ് ഈ കത്തിലൂടെ പുറത്തു വരുന്നത്.